ധർമ്മ സംസ്ഥാപനത്തിനായി നടന്ന യുദ്ധമാകുന്നു കുരുക്ഷേത്ര യുദ്ധം. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാകുന്നു മഹാഭാരത യുദ്ധം. അങ്ങനെയുള്ള ഈ ജയമെന്ന നാമമായിരിക്കുന്ന യുദ്ധത്തിൻ്റെ 18 ദിനങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് നമുക്കൊന്ന് നോക്കിക്കാണാം. യുദ്ധത്തിൻ്റെ 1-ാം ദിനം. പാണ്ഡവ സൈന്യത്തിന് കനത്ത നാശനഷ്ടം ഉണ്ടായ ദിനമാകുന്നു അന്ന്. വിരാട രാജ്യത്തിൻ്റെ യുവരാജാക്കന്മാരാകുന്ന ഉത്തരൻ, ശ്വേതൻ എന്നിങ്ങനെയുള്ള കുമാരന്മാരെ കൗരവപ്പടയുടെ ഭാഗമാകുന്ന മാതൃരാജൻ ശല്യരും കൗരവപ്പടയുടെ സേനാധിപതിയാകുന്ന ഭീഷ്മരും ചേർന്ന് വധിക്കുന്നു. അവരുടെ ഇരുവരുടെയും മരണത്തിൽ തകർന്നുപോയ ധർമ്മപുത്രനും കൂട്ടർക്കും താങ്ങായി ഭഗവാൻ ശ്രീകൃഷ്ണൻ സദാ നിലകൊണ്ടു. യുദ്ധത്തിൻ്റെ 2-ാം ദിനം. അന്ന് വളരെ ഭീകരമായ യുദ്ധം അരങ്ങേറി. അർജുനനും ഭീഷ്മ പിതാമഹനും തമ്മിൽ ഏറ്റുമുട്ടി. എന്നാൽ പിതാമഹന്റെ കൗരവ ഭടന്മാർ അർജുനനെ ആക്രമിക്കുകയും ഭീഷ്മർക്ക് കവചമായി നിലകൊള്ളുകയും ചെയ്തു. കൂടാതെ ദ്രോണ ദൃഷ്ടദ്യുമ്ന യുദ്ധം അരങ്ങേറി. തുടർന്ന് ദൃഷ്ടദ്യുമ്നനെ അദ്ദേഹം പരാജിതനാക്കുന്നു. പരാജിതനായി നിലകൊണ്ട ദൃഷ്ടദ്യുമ്നനെ ഭീമൻ രക്ഷപ്പെടുത്തുകയും അതിൽ കുപിതനായ യുവരാജൻ ദുര്യോധനൻ കലിംഗ സൈന്യത്തെ ഭീമന് നേരെ പറഞ്ഞയക്കുകയും ചെയ്തു. ഭീമനും സ്വാർത്ഥകയും ചേർന്ന് കലിംഗ സൈന്യത്തെയും കലിംഗരാജനെയും വധിക്കുകയും അതിലൂടെ കൗരവപക്ഷത്തിന് അന്നത്തെ ദിനം വലിയൊരു കോട്ടം ഉണ്ടാകുകയും ചെയ്തു. അടുത്തതായി യുദ്ധത്തിൻ്റെ 3-ാം ദിനം. അന്ന് കൗരവപ്പട ലക്ഷ്യം വെച്ചത് അർജുനനെ ആയിരുന്നു. എന്നാൽ അർജുനന്റെ അസ്ത്രപ്രാവീണ്യം നിമിത്തം മഹാവിപത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു. കൂടാതെ ഗാന്ധാരരാജനാകുന്ന ശകുനിയുടെയും അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൻ്റെയും ആക്രമണത്തെ അഭിമന്യുവും സാത്വകിയും ചേർന്ന് ഭീമനാവട്ടെ ദുര്യോധനന്റെ കവചമായ സൈന്യപ്പടയെ കൊന്നൊടുക്കി. അങ്ങനെ തുടർന്നു അന്നത്തെ യുദ്ധം. ഇനിയും യുദ്ധത്തിൻ്റെ 4-ാം ദിനം. 4-ാമത്തെ ദിനമാകുന്നു ഭീമന്റെ പ്രതിജ്ഞ നടത്തി തുടങ്ങുന്നത്. അതായത് 100 കുരുകുമാരന്മാരുടെയും വധമെന്ന പ്രതിജ്ഞ. അത് പ്രകാരം അന്ന് 8 ധൃതരാഷ്ട്രപുത്രന്മാരെ അവരുടെ സഹോദരനാകുന്ന ദുര്യോധനന്റെ മുൻപിൽ വെച്ച് തന്നെ ഭീമൻ വധിക്കുന്നു. അതിൽ ഭ്രാന്തമായ മനോനിലയുമായി നിന്നിരുന്ന ദുര്യോധനൻ ഭീമന് നേരെ ഗജപ്പടയെ അയക്കുകയും ആ ഗജങ്ങളെ ഓരോരുത്തരെയായി ഭീമൻ തൻ്റെ കരങ്ങളാൽ പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു. അടുത്തതായി യുദ്ധത്തിൻ്റെ 5-ാം ദിനം. ഭീഷ്മ പിതാമഹന്റെ അക്രമത്തിൽ പാണ്ഡവപ്പട വളരെ കഷ്ടപ്പെട്ടു. കൂടാതെ ദുര്യോധനന്റെ 3-ാമത്തെ സഹോദരനാകുന്ന വികർണനെ ദ്രുപദൻ മാരകമായി പരിക്കേൽപ്പിച്ചു. അടുത്തതായി യുദ്ധത്തിൻ്റെ 6-ാം ദിനം. അന്ന് ഗുരുദ്രോണർ ധാരാളം പാണ്ഡവ സൈനികരെ വധിച്ചു. കൂടാതെ ഉപപാണ്ഡവർ അശ്വത്ഥാമാവിനെ ആക്രമിക്കുകയും അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയും ഉണ്ടായി. യുദ്ധത്തിൻ്റെ 7-ാം ദിനം. വിരാടരാജന്റെ മറ്റൊരു പുത്രനാകുന്ന ശങ്കനെ ദ്രോണർ വധിച്ചു. കൂടാതെ ധൃതരാഷ്ട്രർക്ക് സുഗത എന്ന സേവകയിൽ ജനിച്ച പുത്രനായ യുയുത്സു പാണ്ഡവപക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യവേ അദ്ദേഹത്തെ അന്നത്തെ യുദ്ധത്തിൽ കൃപാചാര്യർ മാരകമായി പരിക്കേൽപ്പിച്ചിരുന്നു. അടുത്തതായി യുദ്ധത്തിൻ്റെ 8-ാം ദിനം. ഈ ദിനം കൗരവർക്ക് വൻ തിരിച്ചടിയായ ദിനമായിരുന്നു. 17 ധൃതരാഷ്ട്രകുമാരന്മാരെ ഭീമൻ വധിച്ചു. കൂടാതെ ശകുനിയുടെ 5 സഹോദരന്മാരെയും അർജുനപുത്രൻ ഇരാവാൻ വധിക്കുന്നു. യുദ്ധത്തിൻ്റെ 9-ാം ദിനം. ഈ ദിനമാകുന്നു ഭീഷ്മ പിതാമഹൻ ഈ മഹത്തായ യുദ്ധത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ മഹത്വം എന്താണെന്നും ഭഗവത്ഹിതത്തിനായി ആ യോദ്ധാവ് കീഴടങ്ങുകയും ചെയ്ത ദിനം കൂടിയാകുന്നു അന്ന്. ഇനി അടുത്തതായി യുദ്ധത്തിൻ്റെ 10-ാം ദിനം. പാണ്ഡവ കൗരവന്മാർക്ക് ഒരുപോലെ തന്നെ നഷ്ടം സംഭവിച്ച ദിനമാകുന്നു യുദ്ധത്തിൻ്റെ 10-ാം ദിനം. അന്ന് ഭീഷ്മ പിതാമഹന്റെ പതനം ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനനാൽ സംഭവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം യുദ്ധത്തിൻ്റെ അവസാനം വരെ പാണ്ഡവരുടെ വിജയം കണ്ട ശേഷം
ഉത്തരായന കാലത്ത് സ്വയേച്ഛയാൽ താൻ മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തനിക്ക് ഈ രണഭൂമിയിൽ ഒരു ശരശയ്യ തീർക്കുവാൻ പറയുകയും അതുപ്രകാരം അസ്ത്രങ്ങൾ കൊണ്ട് അർജുനൻ ഭീഷ്മ പിതാമഹന് ശരീരം ഭേദിച്ചുകൊണ്ട് അസ്ത്രങ്ങൾ അയക്കുകയും അതൊരു ശയ്യയായി അദ്ദേഹത്തെ അതിൽ ശയിക്കുവാൻ അനുവദിക്കുകയും ചെയ്തു. യുദ്ധത്തിന്റെ 11-ാം നാൾ പിതാമഹന്റെ പതനശേഷം ദ്രോണർ കൗരവ സേനാധിപനായി തീർന്നു. കൂടാതെ സാക്ഷാൽ കർണന്റെ കുരുക്ഷേത്ര യുദ്ധത്തിലേക്കുള്ള രംഗപ്രവേശന ദിനം കൂടിയായിരുന്നു 11-ാം ദിനം. യുദ്ധത്തിന്റെ 12-ാം ദിനം തൃകൃത്തയായുള്ള അതിഭീകരമായ യുദ്ധം അരങ്ങേറി. യുദ്ധത്തിന്റെ 13-ാം ദിനം അർജുനപുത്രൻ അഭിമന്യുവധം നടന്ന ദിവസമായിരുന്നു അന്ന്. കൂടാതെ ഈ കാരണത്താൽ തന്നെ നിശായുദ്ധം അരങ്ങേറിയ ദിനം കൂടിയായിരുന്നു 13-ാം നാൾ. 14-ാം നാൾ അഭിമന്യുവിൻ്റെ മരണത്തെ തുടർന്ന് അർജുനന്റെ ശപഥഫലമാകുന്ന തൻ്റെ പുത്രന്റെ മരണത്തിന് കാരകനായ ദുശളാപതി ജയേന്ദ്രഥന്റെ വധം സാധ്യമായ ദിനമാകുന്നു യുദ്ധത്തിന്റെ 14-ാം നാൾ. യുദ്ധത്തിന്റെ 15-ാം ദിനം ശത്രു സൈന്യത്തെ ഒന്നടങ്കം ആഗ്നേയത്താൽ ഇല്ലാതാക്കുവാൻ തുനിഞ്ഞ ദ്രോണാചാര്യർക്ക് മുൻപാകെ ശ്രീകൃഷ്ണൻ തന്നോട് വിശ്വരൂപം എന്താണെന്ന് കാട്ടിക്കൊടുക്കുന്നു. തൽഫലമായി ഭീഷ്മാചാര്യർക്ക് മനസ്സിലായതുപോലെ തന്നെ ഈ മഹത്തായ യുദ്ധത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കി നൽകി ഭഗവാൻ വാസുദേവൻ. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ഹിതമെന്നോളം കീഴടങ്ങി ആ ഗുരു. ശേഷം ദ്രോണവധം ലക്ഷ്യം വെച്ച് പിറവികൊണ്ട ദൃഷ്ടദ്യുമ്നാൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ടു ആ മഹാഗുരു. അടുത്തതായി യുദ്ധത്തിന്റെ 16-ാം നാൾ സൂര്യപുത്രൻ കർണൻ ഹസ്തിനാപുരിയുടെ പടത്തലവൻ ആയി ചുമതലയേറ്റു. എന്നിരുന്നാലും ഈ ദിനം കുരുപ്പടയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ നേടിക്കൊടുത്ത ദിനം കൂടിയായിരുന്നു. നകുലനും സഹദേവനും ചേർന്ന് വങ്കം, ഗാന്ധാരം, തൃകർത്ത എന്നീ പടകളെ രണഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റി. അടുത്തതായി യുദ്ധത്തിന്റെ 17-ാം നാൾ ഈ ദിനമാകുന്നു സൂര്യപുത്രൻ കർണന്റെ മനുഷ്യജീവിതം അവസാനിപ്പിച്ച് പിതാവായ സൂര്യഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നത്. കൂടാതെ കുരുകുമാരന്മാരിലെ രണ്ടാമനാകുന്ന ദുശാസനന്റെ വധം ഭീമൻ നടത്തിയതും ഈ ദിനമാകുന്നു. ഇനിയും യുദ്ധത്തിന്റെ അവസാന ദിനമാകുന്നു. അന്നാകുന്നു മാദ്രാധിപതിയുടെ വധം. കൂടാതെ ശകുനിവധം സഹദേവനാൽ നടത്തപ്പെട്ടതും അന്നാകുന്നു. ധൃതരാഷ്ട്രയുടെ ഏറ്റവും പ്രഥമ സന്തതിയും ഹസ്തിനാപുരിയുടെ യുവരാജാവുമാകുന്ന ദുര്യോധനനെ വധിച്ചുകൊണ്ട് ഭീമൻ തന്റെ പ്രതിജ്ഞ പൂർത്തിയാക്കി. ശേഷം ആ മഹായുദ്ധം പാണ്ഡവർ വിജയിക്കുന്നു. ഇത്രയും ദിനങ്ങൾ, അതായത് 18 ദിനങ്ങളാകുന്നു മഹാഭാരത യുദ്ധം കുരുക്ഷേത്ര ഭൂമിയിൽ അരങ്ങേറിയതും ഓരോ ദിനങ്ങളിൽ സംഭവിച്ചതുമായ പ്രധാന കാര്യങ്ങൾ.